ദൈവനാമത്തിന് മഹത്വം. ഈ വർഷത്തിൻ്റെ അവസാനം ഇന്ന് ഞങ്ങൾ സെമിനാരിൽ പോയ സമയത്ത് സെമിനാരിയുടെ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ഞാൻ ഒപ്പിട്ടു. 31 ഒപ്പിടാനായിട്ട് ദൈവം സഹായിച്ചല്ലോ എന്ന് ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്തോത്രം. എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു. ദൈവം എൻ്റെ മനസ്സിൽ തെളിയിച്ചു തന്നൊരു വാക്യം യൂദായുടെ ലേഖനം 20 മുതൽ 25 മുതലുള്ള വാക്യങ്ങളാണ്. യൂദായുടെ ലേഖനം അതിൻ്റെ ഒറ്റ യോഹന്നാൻ, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ കഴിഞ്ഞിട്ടുള്ള ലേഖനമാണല്ലോ യൂദായുടെ പുസ്തകം. ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പേ ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഈ 1 യൂദായുടെ ലേഖനം 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കും, എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ ഓർക്കും. ഈ യൂദ തൊട്ട് മുമ്പിൽ നമ്മൾ വായിക്കുന്ന ഈ പത്രോസിൻ്റെ ലേഖനത്തിന് മുമ്പുള്ള ആ യാക്കോബിൻ്റെ സഹോദരൻ എന്നാണ് യൂദ പറയുന്നത്. ഈ യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം വായിക്കുമ്പോഴും യാക്കോബ് പറയുന്നത് എന്താ അറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. ഈ യാക്കോബ് ആരാണെന്ന് മനസ്സിലാക്കുമ്പം നമുക്ക് അറിയാം ഈ യൂദ ആരാണെന്ന്. ഈ യാക്കോബ് അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിൽ യെരുശലേമിൽ ഒരു ചർച്ച നടക്കുകയാണ് ചില കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ. ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് തീരുമാനം പറഞ്ഞതാണ് ആ യാക്കോബ്. ആ യാക്കോബ് ആരാണെന്നറിയാമോ? ആ യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ ഹാഫ് ബ്രദറാണ്. യേശുക്രിസ്തുവിൻ്റെ ഹാഫ് ബ്രദർ എന്ന് പറഞ്ഞാൽ ജോസഫിനും മറിയയ്ക്കും ഉണ്ടായ മകനാണ് യാക്കോബ്. ഈ 2 അപ്പോസ്തലന്മാരും യാക്കോബും യൂദായും എന്നാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ എന്ന് പറയാമായിരുന്നില്ലേ? നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നമ്മളൊരു ലേഖനം എഴുതുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണെന്ന് എഴുതേനെ. എന്നാൽ ബന്ധങ്ങളെക്കാളും യാക്കോബിനും യൂദായ്ക്കും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസൻ. യേശുക്രിസ്തുവിൻ്റെ ദാസൻ. ഗ്രീക്കിൽ ഈ ദാസൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലേവ് എന്നർത്ഥം വരുന്ന ഒരു പദമാണ്. സ്ലേവ്, അടിമ. ദാസനേക്കാളും വളരെ താഴ്ന്ന ഒരു പദവിയാണ് സമൂഹത്തിൽ അടിമയ്ക്കുള്ളത്. യേശുക്രിസ്തുവിൻ്റെ അടിമ എന്ന് പറയുമ്പോൾ തൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള, തിരഞ്ഞെടുപ്പിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം വേണ്ട എന്ന് വെച്ചിട്ട് സ്വമേധ ഒരാളുടെ സമർപ്പണം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടി സ്വയ താല്പര്യം വെടിഞ്ഞിട്ട് തൻ്റേതായ എല്ലാ ഇച്ഛകളും ആഗ്രഹങ്ങളും വെടിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഒരു ദാസനായി ഇദ്ദേഹം സമർപ്പിക്കപ്പെട്ടു. സ്തോത്രം. അപ്പോൾ തൻ്റേതായ ആഗ്രഹങ്ങളെല്ലാം പരിപൂർണമായി കീഴ്പ്പെട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നറിയപ്പെടാൻ യേശുക്രിസ്തുവിൻ്റെ ഹാഫ് ബ്രദറായ യാക്കോബിനും യൂദയ്ക്കും താല്പര്യമായി. അദ്ദേഹം എഴുതുകയാണ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരും ഇരിക്കുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുകയാണ്. അപ്പോൾ ഇത് ആർക്ക്, ഏത് ദേശത്തുള്ളവർക്കാണ് എഴുതുന്നതെന്നറിയില്ല. എന്നാൽ പൊതുവായി പറയുകയാണ്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക്,
നമ്മളെപ്പോലുള്ള ദൈവമക്കൾക്ക്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തു നോക്കിയിരിക്കുന്ന വിളിക്കപ്പെട്ടവരായ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ദാസനെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് യൂദ ലേഖനം എഴുതുകയാണ്. സ്തോത്രം. ഇവിടെ രണ്ടാമത്തെ വാക്യം വളരെ പ്രാധാന്യമാണ്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കട്ടെ. എന്തൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർക്ക്, യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവർക്ക് കരുണയും സമാധാനവും സ്നേഹവും വേണോ? നമ്മളെ നോക്കിയാൽ മതിയില്ലേ? നമ്മളെ നോക്കിയാൽ മതി. പൊതുവായി യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രാർത്ഥന, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും, യൂദയുടെ ലേഖനം 2-ാം വാക്യമാണ്. കരുണയും സമാധാനവും സ്നേഹവും വേണമെന്ന് പറയുന്നതോ? സ്തോത്രം. ഈ കരുണാ സ്നേഹം പിന്നെയും 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ സമാധാനം എന്നുള്ള വാക്ക് ഈ ഒരു അധ്യായത്തിലില്ല. യൂദയുടെ ലേഖനം ഒരു അധ്യായമുള്ളൂ. ഈ അധ്യായത്തിൽ സമാധാനം എന്നുള്ള വാക്കില്ല. ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കും എന്താ, അയ്യോ ഒരു സമാധാനമായില്ലേ, നമ്മുടെ ഉള്ളിലുള്ള സമാധാനമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സമാധാനം ദൈവത്തോടുള്ള സമാധാനവും തമ്മിലുള്ള സമാധാനവുമാണ്. ദൈവത്തോടുള്ള സമാധാനവും തമ്മിലുള്ള സമാധാനവും. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തമ്മിൽ സമാധാനമുള്ളപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു സമാധാനമുള്ളത്, ഇല്ലേ? ദൈവത്തോടൊരു സമാധാനമുള്ളപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു സമാധാനമുള്ളത്. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന നമ്മൾക്കും എന്താണ്? ഒരു വർധനവ്. എന്തിനാണ് വർധനവ്? സമാധാനം, സ്നേഹം, കരുണയിലൊരു വർധനവ്. എന്നിട്ട് ഇദ്ദേഹം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, പ്രിയരെ, നമുക്ക് പൊതുവായുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം വേറെ ചില കാര്യത്തെക്കുറിച്ച് ലേഖനം എഴുതാനായിട്ട് ഇദ്ദേഹം വളരെ ആഗ്രഹിച്ചു. സകല പ്രയത്നവും ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഒത്തിരി പ്രാർത്ഥിച്ചു കാണും, ഒത്തിരി എഴുതാനൊക്കെ തയ്യാറെടുപ്പ് കാണും. പക്ഷേ അദ്ദേഹത്തിന് അത് എഴുതാനല്ല ദൈവനിയോഗം ഉണ്ടായത്. മറിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ ചില പോരാട്ടം നമ്മൾ ചെയ്യണം. നമ്മുടെ ഭവനത്തിലുള്ളവരോടല്ല, അടുത്തുള്ളവരോടും ചർച്ചക്കാരോടും ഒന്നുമല്ല, മറിച്ച് എന്താണ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണം എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസമുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതിനെക്കുറിച്ച് നാം എന്ത് ചെയ്യണം? പോരാടേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ ആ പോരാടുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് കണ്ടന്റ് എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ മത്സരങ്ങളുണ്ടല്ലോ, കോമ്പറ്റീഷൻ, ഗെയിംസിലൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് കണ്ടന്റ്. അപ്പോൾ ഒരു മത്സരത്തിന് നാം പോരാടുന്നത് പോലെ, ജയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ, നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ട, വിശുദ്ധന്മാരായ നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? പോരാടേണ്ടതിരിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ നാം താഴെ വായിക്കുമ്പോൾ 20-ാം വാക്യത്തിലും അതിവിശുദ്ധ വിശ്വാസത്തിനെ എന്ന് പറയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ അതിവിശുദ്ധ വിശ്വാസം. അപ്പോൾ ഈ 3-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും വിശ്വാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ യൂദ ലേഖനം എഴുതുമ്പോൾ, എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ 4 തൊട്ട് 19 വരെയുള്ള വാക്യത്തിൽ എന്തുകൊണ്ട് നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നാം എന്തുകൊണ്ട് പോരാടണം എന്ന് പറയുകയാണ്. സ്തോത്രം. ഈ തുറന്നുള്ള അധ്യായം വായിക്കുമ്പോൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ചില തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ചിലർ,
തെറ്റായ ഉപദേശവുമായി ഈ ഇദ്ദേഹത്തിൻ്റെ ആദ്യ വായനക്കാരിലോട്ട് ഇടയിൽ വന്നു. തെറ്റായ ചില ഉപദേശങ്ങൾ, തെറ്റായി പഠിപ്പിക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യ വായനക്കാരായ വിശുദ്ധന്മാർക്ക്, നമ്മൾ വായിച്ചല്ലോ ഇല്ലേ, ദൈവത്തിനായി യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ ചില തെറ്റായ ഉപദേശങ്ങളുമായി വരികയാണ്. സ്തോത്രം. അവർ ആരാണെന്ന് പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ നാം വായിക്കുന്നുണ്ട് അഭക്തർ എന്നവരെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അഭക്തർ, ഗോഡ്ലെസ്, അൺഗോഡ്ലി, ഭക്തി കെട്ടവർ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ, ഇവർ, അവർ, പിന്നെയും പറയുന്നുണ്ട്. പേരുകൾ പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു ഗ്രൂപ്പായിട്ട് പറയുകയാണ്. ഭക്തി കെട്ട ചിലർ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, നിങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വിരുദ്ധമായി ചില ഉപദേശങ്ങൾ നമ്മളുടെ ഇടയിൽ പരത്തുന്നുണ്ട്. സ്തോത്രം. അവരെക്കുറിച്ച് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ദൈവത്തിൻ്റെ കൃപ അവർ ദുഷ്കാമ പ്രവർത്തിക്കായി ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്തിനാണെന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തികളോട് വേണ്ട എന്ന്, ടു സേ നോ. ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് ലഭിക്കുന്നത് അതിനാണ്. ദൈവത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തികൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ നാം ചെയ്യുമ്പോൾ നമ്മളെ തടുത്തു നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. പാപം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക, ഒരു നാളും അരുത്. അപ്പോൾ പാപപ്രവൃത്തിയിൽ പോകാതെ നമ്മളെ മാറ്റി നിർത്തുന്നതാണ് ദൈവകൃപ. എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നത്? അഭക്തരായ ഇവർ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ വേറൊരു രീതിയിൽ അവർ ഉപയോഗിക്കുകയാണ്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് നമ്മൾ വായുകൊണ്ട് ഏറ്റു പറയുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. നാം യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ഈ അഭക്തരായ ചിലർ നുഴന്നു കയറി എന്താണ് പറയുന്നത്? യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരായി ഇവരുടെ ഇടയിൽ കൂടിയിരിക്കുകയാണ് ഈ അഭക്തരായ ആൾക്കാർ. അവർ ദുഷ്കാമ പ്രവർത്തികൾക്ക് ഒരു ലൈസൻസായി ദൈവകൃപയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ നുഴന്നു കയറി എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? നുഴന്നു കയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുന്നത്? ഉദ്ദേശത്തോടെ, തെറ്റായ ലക്ഷ്യത്തോടെ, നേരെ കയറാതെ സൈഡിലൂടെയൊക്കെ നുഴന്നു കയറി ഈ സഭകളിൽ, ഈ ദൈവമക്കളുടെ ഇടയിൽ അവർ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. 4 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി ഇവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലനായ യൂദാ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് ചില അറിവുകൾ, തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ച് ചില അറിവുകൾ നിങ്ങൾക്ക് നൽകിത്തരാൻ മാത്രമല്ല, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നും കൂടെ നൽകിത്തരാനായിട്ട്, ഉപദേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് താഴോട്ടുള്ള വാക്കുകൾ പറയുന്നത്. ഞാൻ 5 മുതലുള്ള വാക്യങ്ങൾ തൊട്ട് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ 3 ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് പറയുകയാണ്. 3 ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം ആരാണെന്നറിയാമോ? ദൈവത്തെ അവിശ്വസിച്ച ഇസ്രായേൽ മക്കൾ. ദൈവത്തെ അവിശ്വസിച്ച ഇസ്രായേൽ മക്കൾ. അവർക്ക് എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരിണത ഫലമെന്ന് നമുക്കറിയാം ഇല്ലേ? 20 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി പോലും കനാൻ ദേശത്ത് കാണാനായിട്ട് സാധിച്ചില്ല. മോശെ ഉൾപ്പെടെ സാധിച്ചില്ല. യോശുവായ്ക്കും കാലേബും ഒഴിച്ച് 20 വയസ്സിന് മേലിലുള്ള ആരും കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അപ്പോൾ പറയുകയാണ്, ഈ അഭക്തരായ കൂട്ടർക്ക് ഉദാഹരണമായി ചില പഴയ നിയമത്തിലുള്ള ചിലവരെ കാട്ടുകയാണ്. ഒന്നാമത് ദൈവത്തെ വിശ്വസിക്കാത്ത ഇസ്രായേൽ മക്കൾ. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കീഴ്പ്പെടാതെ നിഗളിച്ചു വീണ ചില ദൂതന്മാരുടെ കാര്യം പറയുന്നുണ്ട്.
സ്തോത്രം. 6-ാം വാക്യത്തിലാണ് പറയുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അവരെയും എന്താണ്, മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ വാഴ്ച കാക്കാതിരുന്ന ദൂതന്മാർക്കും പറ്റിയത് എന്താണ്? ശിക്ഷാവിധിയാണ് പറ്റിയത്. 3-ാമത്തെ ഉദാഹരണമാണ് സോദോമും ഗോമോറയും. അവിടെ എന്താണ്? അവർ ദുർനടപ്പ്, പിന്നെ അത് മാത്രമല്ല മോഹം, ദുർനടപ്പും മോഹം, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, സ്വർഗത്തു നിന്ന് തീ ഇറക്കി സോദോമിനെയും ഗോമോറയും നശിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ അഭക്തിയുള്ളവരുടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാവിധി, അഭക്തർക്കുള്ള ശിക്ഷാവിധി എന്താണ്? അതൊരു ഉദാഹരണമായിട്ടാണ് ഇസ്രായേൽ മക്കളെയും വാഴ്ച കാക്കാത്ത ദൂതന്മാരെയും സോദോമിനെയും ഗോമോറയും എടുത്ത് പറയുകയാണ്. അവരുടെ ശിക്ഷാവിധി പണ്ടേ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. ഇനിയും അടുത്തുള്ള വാക്യം 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അഭക്തരായ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവരെപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. 8-ാം വാക്യത്തിൽ പറയുന്നു, സ്വപ്ന വസ്തയായി എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നത്തിൽ ആശ്രയിക്കുകയാണ്. അവർ ദൈവവചനത്തിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് അവരെന്താണ്? സ്വപ്നത്തിൽ ആശ്രയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ ലഭിക്കുന്ന ചില അനുഭവങ്ങളിൽ ആശ്രയിച്ചാൽ എന്ത് പറ്റും? അനുഭവങ്ങളിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുമോ? സാധിക്കത്തില്ല. അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും, പക്ഷേ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. ഹന്ന പ്രാർത്ഥിച്ചു, അടുത്ത വർഷം തന്നെ ഹന്നായിക്ക് എന്തായി? പൈതന്നെ ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എത്ര വർഷത്തിന് ശേഷമാണ് അബ്രഹാമിനും സാറായിക്കും കുഞ്ഞുങ്ങളെ ലഭിച്ചത്? വാഗ്ദത്തം ലഭിച്ചതിന് ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാമിനും സാറായിക്കും കുഞ്ഞുങ്ങളെ ജനിച്ചത്. അപ്പോൾ ആരുടെ അനുഭവം വെച്ച് നമുക്ക് ഉപദേശം ഉണ്ടാക്കാൻ സാധിക്കും? അതിനകത്തൊരു ഉപദേശമേ ഉള്ളൂ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സമയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എന്നാൽ ഈ അഭക്തരായ മനുഷ്യരെന്താണ്? അവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചില സ്വപ്നത്തിൻ്റെ പേരിൽ അവർ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. അതുമാത്രമല്ല, 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ജഡത്തെ മലിനമാക്കുന്നു, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു, മഹിമകളെ ദുഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പല അനീതിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാം മനസ്സിലാകുന്നു, മൃഗങ്ങളെപ്പോലെ, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ അവർ പ്രവർത്തിക്കുകയാണ്. വളരെ നമ്മളൊന്നും ഉപയോഗിക്കാത്ത വാക്കുകളാണ് യൂദായുടെ ലേഖനത്തിൽ അഭക്തരെക്കുറിച്ച്, തെറ്റായ ഉപദേശിക്കുന്നവരെക്കുറിച്ച് പറയുകയാണ്. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ നേരത്തെ പ്രവാചകനായ ഹാനോക്ക് പറഞ്ഞിരുന്നു, അപ്പോസ്തലന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് 18-ാം വാക്യം വരെ നമ്മൾ പോവുകയാണ്. എന്നാൽ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാരംഭ ഭാഗത്ത് നമുക്ക് ലഭിച്ച വിശ്വാസത്തെക്കുറിച്ച് നമ്മളത് വളരെ ലാഘവമായി എടുക്കരുത് കേട്ടോ. ലാഘവമായി ദൈവം നമ്മളെ ഏൽപ്പിച്ച വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എടുക്കരുത്. മറിച്ച് എന്താണ്? അതിനൊരു പോരാടേണ്ടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ തെറ്റായ ഉപദേശങ്ങളുള്ളവർ, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളോട് സംസാരിക്കുന്നവരായിരിക്കാം. എന്നാൽ അവരോടൊക്കെ പലപ്പോഴും വി മേ നീഡ് ടു കണ്ടന്റ്. ഒരു കോമ്പറ്റീഷനിൽ, ഗെയിമിൽ കണ്ടന്റ് ചെയ്യുന്നത് പോലെ സത്യസുവിശേഷത്തിന് വേണ്ടി നാം കണ്ടന്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ അറിയാം സത്യം ഏതാണെന്ന്? വചനം നാം പഠിക്കണം. ഈ വർഷം വചനം വായിക്കാൻ വേണ്ടി മാത്രമല്ല, വചനം പഠിക്കാനും കൂടെ നമുക്കൊരു തീരുമാനമെടുക്കണം. വചനം പഠിക്കാൻ ധാരാളം ടൂൾസ് ഇപ്പം പുസ്തകങ്ങളുണ്ട്, യൂട്യൂബ്, ഇൻ്റർനെറ്റ്, നല്ല നല്ല ദൈവദാസന്മാരുടെ സ്റ്റഡീസ് നമ്മൾ യൂട്യൂബിൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ലഭിക്കും. ഈ വർഷം വചനം പഠിക്കണം. ഈ സഭയിലെ ആൾക്കാർ ബാലാമെന്ന് പറഞ്ഞപ്പോൾ, ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അവർക്ക് മനസ്സിലായി, ഇല്ലേ?
ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കിതെല്ലാം മനസ്സിലായി. കാരണം എന്താണ്? അവരിതൊക്കെ പഠിച്ചവരായിരുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാനും അറിയാനായിട്ട്, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കാൻ, ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. സ്തോത്രം. അടുത്ത് താഴോട്ട് വരുമ്പോഴാണ് നമ്മുടെ പ്രധാനമായ ഭാഗം നമ്മൾ നോക്കുന്നത്. 20 മുതലുള്ള വാക്യം, 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പം 3 കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 1, യു ലുക്ക് ഇൻവേർഡ്, നമ്മൾ അകത്തോട്ട് നോക്കണം. 2, യു ലുക്ക് ഔട്ട്വേർഡ്, നമ്മൾ പുറത്തോട്ട് നോക്കണം. 3, യു ലുക്ക് അപ്വേർഡ്, നമ്മൾ ദൈവത്തിങ്കിലോട്ട് നോക്കണം. നമുക്കൊന്ന് പറയാം. യു ലുക്ക് ഇൻവേർഡ്, നമ്മൾ അകത്തോട്ട് നോക്കുന്നു. 2, ലുക്ക് ഔട്ട്വേർഡ്, നമ്മൾ പുറത്തോട്ട് നോക്കുന്നു. മുകളിലോട്ട് നോക്കുന്നു, ലുക്ക് അപ്വേർഡ്. ഈ 20-ാം വാക്യത്തിൽ നിങ്ങളോ പ്രിയമുള്ളവരെ, അല്ലേ, അഭക്തരെ കുറിച്ച് നമ്മൾ കുറെ വായിച്ചില്ലേ? അഭക്തരെ കുറിച്ച് വായിച്ചു. എന്നാൽ വിശുദ്ധന്മാരെ, അല്ലെ, ചർച്ചിലുള്ളവരെ എന്താണ് വിളിക്കുന്നത്? പ്രിയമുള്ളവരെ. പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരായി ഇവർ എന്ത് ചെയ്യണം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. അതിനകത്ത് ഒരു പദപ്രയോഗം ഒന്ന് നോക്കാനായിട്ടാണ്. 21-ാം വാക്യം. ബട്ട് യു ഡിയർ ബ്രദേഴ്സ്, by building yourself up in your most holy faith and praying in the Holy Spirit, keep yourself in God's love as you wait for the mercy of our Lord Jesus Christ to bring you to eternal life. ആദ്യത്തെ ആ പദമാണ് ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിൽഡിങ് യുവർ സെൽഫ് അപ്പ് ഇൻ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്തുക. പക്ഷേങ്കിൽ ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. ബിൽഡിങ് യുവർ സെൽഫ് അപ്പ്. ഒരു കെട്ടിടം പണിയണമെങ്കിൽ എന്താണ്? എഫേർട്ട് വേണം, ടീം വർക്ക് വേണം, ഇല്ലേ? ഇന്ന് രാവിലെ ഞങ്ങളൊരു വീടിന് കല്ലിടാനായിട്ട് പോയി. അവിടെ JCB ഓടിക്കുന്ന ആളുണ്ട്, ഹിറ്റാച്ചി ഓടിക്കുന്ന ആളുണ്ട്, മേശിരിയുണ്ട്, ചാന്തിടാൻ ആളുണ്ട്. എത്ര പേരുടെ കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു ഒരു കല്ലിടുക എന്നുള്ളത്. അപ്പോൾ അതിവിശുദ്ധ വിശ്വാസത്തിൽ നാം വളരണമെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് നമുക്കൊരു ഉത്സാഹം ഉണ്ടായിരിക്കണം, പ്രവർത്തിക്കാനൊരു താല്പര്യം, പിന്നെ ഒരു ടീം വർക്കാണ് എപ്പോഴും. തന്നെ ഞാൻ വളരുന്നത് കൊണ്ട് വിശ്വാസം അങ്ങ് വളരത്തൊന്നുമില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരാൻ കർത്താവേ, ദൈവം എന്നെ വലിച്ചു നീട്ടിക്കോ? ഇല്ല, അങ്ങനൊന്നും വിശ്വാസം വളരത്തില്ല. നമ്മുടേതായിട്ടൊരു എഫേർട്ട് ഇതിനകത്തുണ്ട്, നമ്മുടേതായിട്ടുള്ള എഫേർട്ട്. അത് മാത്രമല്ല, ദൈവികമായ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതോടും നമുക്കെന്താണ്? മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുന്നു, മറ്റുള്ളവരുടെ പ്രാർത്ഥന, പാട്ട്, ഇത് കേൾക്കുമ്പോഴെന്താണ്? ആത്മീയമായി വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയം മുതൽ മരിക്കുന്നിടം വരെയുള്ളൊരു അനുഭവമാണ്. വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാനം? യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. അപ്പോസ്തലന്മാർ അടിസ്ഥാനമായിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നാം എന്ത് ചെയ്യണം? വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ബിൽഡിങ് അപ്പ് ഇൻ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. രണ്ടാമതായിട്ട് നാം കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എപ്പോഴും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നാണോ? അല്ല. അന്യഭാഷകളിൽ സംസാരിക്കണം. നമ്മൾ സാധാരണ ചർച്ചിൽ പറയാറുണ്ട്, പല വരങ്ങളുണ്ട്. എല്ലാ വരങ്ങളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതാണ്, ഒന്നൊഴിച്ച്. അതാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആരാണ് ശക്തിപ്പെടുന്നത്? ഞാനാണ് ശക്തിപ്പെടുന്നത്. എന്നാൽ ഒരാളെക്കുറിച്ചൊരു പ്രവചനം അല്ലെങ്കിൽ ഒരു വിഷൻ എന്തെങ്കിലും കണ്ടു പറയുമ്പോൾ ആ വ്യക്തിയാണ് ശക്തിപ്പെടുന്നത്, നമ്മളല്ല. രോഗശാന്തി വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗം സൗഖ്യമായി. ആരാണ് ശക്തിപ്പെടുന്നത്? ആ വ്യക്തിയാണ് ശക്തിപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷകളിലും നമ്മളുടെ ഭാഷയിലും നമ്മളുടെ മദർ ടങ്ങിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം പ്രാർത്ഥിക്കണം. ബൈബിളിൽ ഒത്തിരി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിനക്കത് നൽകിത്തരുമെന്ന് പറഞ്ഞു. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വല്ലാതെ യാചിക്ക കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ലഭിക്കുന്നില്ലെന്നും വായിക്കുന്നു. നമ്മുടെ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടിയുള്ള പല പ്രാർത്ഥനയും ദൈവം നൽകിത്തരാറില്ല. യേശു പറഞ്ഞില്ലേ, ഇതോ കഴിയുമെങ്കിൽ ഇതങ്ങ് നീക്കിക്കോ, ഇല്ലേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞു. അത് മാറിയോ? ഇല്ല. കാരണം ദൈവം പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനുള്ള പ്രാർത്ഥന എല്ലാം എന്ത് ചെയ്യും? ദൈവം കേൾക്കും. പക്ഷെ നാം ഒരു കാര്യം ചെയ്യണം, വി ഹാവ് ടു പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ഭാഷ കൊണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരമുള്ള ആ വാക്കുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അടുത്തതായിട്ട് നാം വായിക്കുന്നപ്പോൾ ആദ്യം എന്താണ്? ബിൽഡ് യുവർ സെൽഫ് അപ്പ് ഇൻ ദ ഹോളി ഫെയ്ത്ത്. രണ്ടാമത് നമ്മൾ കണ്ട എന്താണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അടുത്തത് നിത്യജീവനായിട്ട് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കീപ് യുവർ സെൽഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പണം കൊടുക്കുന്നതോ, അല്ലെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പാട്ട് പാടുന്നതോ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇവിടെ എല്ലാം തൂത്തുവാരുന്നതോ അതുമാത്രമല്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു സ്നേഹബന്ധം. ഒരു സ്നേഹബന്ധം. നമ്മളെല്ലാം കുടുംബങ്ങളിലാണല്ലോ, നമുക്കെല്ലാം കുഞ്ഞുങ്ങൾ, ഭർത്താവോ ഭാര്യയോ അമ്മ അച്ഛനൊക്കെ കാണും. എന്തെല്ലാം കാര്യം നിങ്ങളുടെ മക്കൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ സഹോദരനോ ഒക്കെ ചെയ്തു കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ അവർ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു തൃപ്തിയാവുമോ? അല്ലേ പോട്ടെ, അവർ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു തൃപ്തിയാവുമോ? ആരെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മുടെ കൊച്ചിഞ്ഞോട്ട് വരുന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചുമ്പോൾ കൊടുത്താൽ കൊച്ചെന്തുള്ളി പറയും, അമ്മ ഇത് ഷോ ആണേ. കൊച്ചിൻ്റെ ഹൃദയം തണുത്തോ? ഇല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹബന്ധമാണ്. സ്നേഹം ഒരു ഇമോഷൻ മാത്രമല്ല, ഒരു ഡിസിഷനാണ്, ഒരു ചോയ്സാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു ഇമോഷനാണ് ശരിക്കും, പക്ഷെങ്കിൽ ഒരു തീരുമാനമാണ്. എപ്പോഴും സ്നേഹിക്കാൻ തോന്നുമോ ഭർത്താവിനെയും ഭാര്യ? ഇല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഇറ്റ്സ് എ ഡിസിഷൻ, ഇറ്റ്സ് എ ചോയ്സ്. യേശുവിനോടുള്ള സ്നേഹം ഇതേപോലാണ്, ഒരു ചോയ്സ്, ഒരു ഡിസിഷനാണ്. സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കും. അപ്പോൾ എങ്ങനെയാണ് യേശു മനസ്സിലാകുന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന്? എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭവനത്തിലുള്ളവർ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന്? ഞാൻ യേശുവിനെ അനുസരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ദൈവത്തിന് മനസ്സിലാകും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന്. ഈ സ്നേഹമാണ് വർദ്ധിച്ചു വരണമെന്ന് ആദ്യം നമ്മൾ വായിച്ചത്. സ്നേഹം വർദ്ധിച്ചു വരട്ടെ, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരട്ടെ. സ്തോത്രം. അടുത്തതായി നാം വായിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നമ്മൾ കാത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. അപ്പോൾ വി ആർ വെയിറ്റ് ഫോർ ദ മെർസി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വരവിനെ കാണിക്കുന്നതാണ് നിത്യജീവനായുള്ളൊരു കാത്തിരിപ്പ്. കർത്താവിൻ്റെ കരുണയ്ക്കായി ഉള്ളൊരു കാത്തിരിപ്പാണ്. സ്തോത്രം. നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരുണയാണ് നാം നശിച്ചു പോകാതിരിക്കുന്നത്. രാവിലെ തോറും നിൻ്റെ ദയ പുതിയതാണ് നിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് കരുണയോടെ എന്ത് ചെയ്തു? ആ കുഷ്ഠരോഗിയെ തൊട്ടു. ആരും തൊടാത്ത, എത്രയോ നാളായി കാണും ആ കുഷ്ഠരോഗിക്കൊരു സ്പർശനമേറ്റിട്ട്. അന്ന് യേശു എന്ത് ചെയ്തു? കരുണയോട് തൊട്ടു. ആട്ടി ഓടിക്കാനല്ലായിരുന്നു, മറിച്ച് അവന് സൗഖ്യം കൊടുക്കാനായിട്ടായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ കരുണയിൽ നാം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. നമ്മളോട് തന്നെ നമുക്കുള്ള ഉത്തരവാദിത്തമാണ്. ലുക്ക് ഇൻസൈഡ്. എന്താണ്? 4 കാര്യം പറഞ്ഞു. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം പണിതെടുക്കണം. സ്തോത്രം. രണ്ടാമതായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. നാലാമതായിട്ട് അവൻ്റെ കൃപയിൽ കാത്തിരിക്കുക. ഇനി പുറത്തോട്ട് നാം നോക്കുമ്പോഴാണ് അടുത്ത വാക്യങ്ങൾ പറയുന്നത്. അടുത്ത വാക്യം 22-23 വാക്യം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവീൻ. ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട്
കരുണ കാണിപ്പീൻ. അപ്പോൾ 3 കൂട്ടർ ഇവിടെ പറയുന്നുണ്ട്. 20, 21, 22, 23 വാക്യത്തിൽ 3 കൂട്ടരാണ് പറയുന്നത്. ഈ 3 കൂട്ടരോടും നമ്മൾ ചെയ്യണം, കരുണ കാണിക്കണം. അതാണ് ലുക്ക് ഔട്ട്സ് വേർഡ്, പുറത്തോട്ട് നോക്കുകയാണ്. അവരോട് എന്ത് ചെയ്യണം? നമ്മൾ കരുണ കാണിക്കണം. ഈ 3 കൂട്ടരോടും കരുണ കാണിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കണം. ചിലരോട് സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പീൻ. ചർച്ചിലുള്ളവരോടാ പറയുന്നത് കേട്ടോ, വിശുദ്ധന്മാരോടാ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ സംശയിക്കുന്ന ചിലരുണ്ട് കേട്ടോ. അവർക്ക് എന്താണ് വേണ്ടത്? ജഡ്ജ്മെൻ്റ് ആണോ? അല്ല. കൈ ചൂണ്ടി പറയാനാണോ? അല്ല. അവർക്കൊക്കെ എന്താണ്? കരുണ. കാരണം എന്താണ്? കരുണ, ദൈവത്തിൻ്റെ കരുണ കാരണമാണ് ഞാൻ നശിച്ചു പോകാതെ ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ സംശയിക്കുന്നവർക്കും ആർക്കാണ് വേണ്ടത്? കരുണ. നമ്മുടെ ഭവനത്തിലുള്ളവർ സംശയിക്കുമ്പോൾ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ സംശയിക്കുമ്പോഴൊക്കെ അവർക്ക് എന്താണ് വേണ്ടത്? കരുണയാണ് വേണ്ടത്. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവീൻ എന്ന് പറഞ്ഞാൽ, അവർ അഭക്തരായവർക്ക് ലഭിക്കുന്ന ചില തീയുടെ ശിക്ഷയുണ്ട്, അതിലേട്ട് അവർ പൊക്കുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സംശയം മാത്രമല്ല, അവർക്കൊരു പക്ഷെങ്കിൽ ഇതേപോലുള്ള തെറ്റായ ഉപദേശിക്കുന്നവരുടെ കൂടെ പോയി കാണാം. ചില തെറ്റായ ഉപദേശങ്ങളൊക്കെ അവർ സ്വീകരിച്ച് കാണാം. അവരുടെ ജീവിതത്തിലും ഭക്തികെട്ട ചില സ്വഭാവങ്ങൾ ഉണ്ടായിക്കാണാം. അവരുടെ നാശം എന്താണ്? തീയാണ്. അവരെ എന്ത് ചെയ്യണം? നാം രക്ഷിക്കണം. ലുക്ക് ഔട്ട്സൈഡ്, കരുണ കാണിക്കുക. സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക. രണ്ടാമത്, തീയിലേക്ക് പോകുന്നവരെ ചില നമ്മൾ എന്ത് ചെയ്യുക? വലിച്ചെടുക്കണം. മൂന്നാമത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരെ ഭയത്തോട് കരുണ കാണിക്കുവീൻ എന്ന് പറഞ്ഞാൽ, കരുണ കാണിക്കുമ്പം തന്നെ വി ഷോ മെർസി വിത്ത് ഫിയർ, മിക്സ്ഡ് വിത്ത് ഫിയർ. എന്താണ്? യേശു പാപികളുടെ കൂടെ എല്ലാം പോയിട്ട് യേശു പാപം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നാളെ ഞാനും ഇങ്ങനെ പോകുകയാ, ഗ്യാരണ്ടി ഇല്ല ഞാൻ പാപം ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് പാപിയെ രക്ഷയിലേക്ക് നടത്താൻ ഞാൻ മുൻപോട്ട് പോകുമ്പം കറ പിടിച്ച അങ്കിയെ പോലും നാം എന്ത് ചെയ്യണം? പകച്ചുകൊണ്ട്. നമ്മൾ ഈ യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മണവാളൻ തലപ്പാവണിയുന്നത് പോലെ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിച്ചതുപോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇട്ടിരിക്കുന്നു. ദൈവം നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. നീതി എന്ന അങ്കി, പുതിയൊരു അങ്കി ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടവരാണ് നാം. എന്നാൽ നാം നമ്മുടെ ഈ രക്ഷാവസ്ത്രം, നീതി എന്ന അങ്കിക്ക് കറ പിടിക്കാൻ സാധിക്കുമെന്ന് ഭയത്തോടെ നാം എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. എന്തായാലും നാം കരുണ കാണിക്കേണ്ടവരാണ്. മറ്റുള്ളവരോട് നാം എന്താണ്? കരുണ കാണിക്കേണ്ടവരാണ്. എപ്പോഴാണ് ഈ കരുണ കാണിക്കാൻ പഠിക്കുന്നത്? 70 വയസ്സാകുമ്പോഴാണോ? അല്ല. ചെറുപ്പത്തിലെ നമ്മുടെ 2 3-4 കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ചെറുപ്പത്തിലെ നാം എന്ത് ചെയ്യണം? കരുണ കാണിക്കാൻ പഠിക്കണം. കുഞ്ഞുങ്ങളെ കരുണ കാണിക്കാൻ പഠിപ്പിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരെ വിരൽ ചൂണ്ടാനും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? കരുണ കാണിക്കാൻ നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ടീച്ചറായിരുന്നു. പണ്ടത്തെ കാലത്ത് ടീച്ചേഴ്സ് അറിയാമല്ലോ, അവർക്ക് കൃഷിയുണ്ട്, പറങ്കാവുണ്ട്, പുളിയുണ്ട്, നെല്ലുണ്ട്, പശുവുണ്ട്, എല്ലാം കൊണ്ടാണ് അവർ ടീച്ചർ ഉദ്യോഗം ചെയ്യുന്നത്. ടീച്ചർ 9:30 ആകുമ്പം പോകുന്നതിന് മുമ്പേ പശുവിനെയും കുളിപ്പിച്ച് പശുവിനെ എല്ലാം ചെയ്ത് പറങ്കാണ്ടിയും പെറുക്കിയാണ് പോകുന്നത്, ഇല്ലേ? പ്രായമാകുന്ന സമയത്ത് ഒന്നും വയ്യാതെ വേറൊരു സ്ഥലത്ത് തൻ്റെ മകനോടുകൂടെ താമസിക്കുമ്പം ആരെങ്കിലും മുറിക്കകത്തോട്ട് കയറി വന്ന വഴി കണ്ണിയും തോടി പറങ്കാണ്ടി പെറുക്കാൻ വരുവാന്നോ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അത് ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനുജത്തി വലിയ ധനികയായ ഒരു വ്യക്തി, ഒത്തിരി ധനമുണ്ട്. ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ചുറ്റുമുള്ള എല്ലാവരെയും ആൾക്കാർ സഹായിച്ചു കൊണ്ടുപോയി. ഈ അമ്മച്ചിയെ സഹായിക്കാൻ ആരും വന്നില്ല. കാരണം എന്താ അറിയാമോ? ഈ അമ്മച്ചി ജീവിച്ചത് അമ്മച്ചിക്കും മക്കൾക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്താണ്, വെള്ളപ്പൊക്ക സമയത്ത് പോലും ചുറ്റുപാടുമുള്ളവർക്ക് സഹായിക്കാൻ മനസ്സില്ലാതായിപ്പോയി.
എന്നാൽ അതേസമയം അദ്ദേഹത്തിന് വേറൊരു ബന്ധു, നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എല്ലാ ടൈപ്പ് ബന്ധുക്കളും ഉണ്ട് നമുക്ക്. വേറൊരു ബന്ധു പറഞ്ഞു, അദ്ദേഹം ടീച്ചറായിരുന്നു, വലിയ വലിയ DO അങ്ങനെയുള്ള പോസ്റ്റിലുള്ള റിട്ടയർ ചെയ്തൊരു സാറായിരുന്നു. പക്ഷെ അദ്ദേഹം ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കും, ബൈബിൾ പഠിക്കും, വചനങ്ങൾ എഴുതും, വചനങ്ങളെക്കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഓർമ്മ കുറഞ്ഞ സമയത്ത് ആര് മുറി വന്നാലും പറയുന്നത് എന്തറിയോ, മോനെ ഈ ബൈബിൾ വാക്യം ഒന്ന് വായിച്ചേ, ഈ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത്, ചെറുപ്പത്തിലേ നാം എന്ത് ചെയ്യണം, പ്രായമാവുമ്പോൾ നമുക്ക് വേണ്ടുന്ന സ്വഭാവം എന്താണോ അത് ചെറുപ്പത്തിലേ നാം പഠിപ്പിച്ചു തുടങ്ങണം. അല്ലേ? നമുക്കറിയാം, നമുക്കെല്ലാം ആഗ്രഹമാണ്, ആരുടെയും സഹായമില്ലാതെ ഒരു ദിവസം നമ്മളങ്ങ് മരിച്ചു പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ അത് നടക്കത്തില്ല. മരിച്ചാൽ ആരെങ്കിലും കൊണ്ട് കുഴിച്ചിടണ്ടേ? അതിനും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. ഇല്ലേ? നമുക്കറിയില്ല, ചിലർക്ക് ഓർമ്മ കാണും പ്രായമാകുമ്പോൾ, ചിലർക്ക് ഓർമ്മ കാണത്തില്ല പ്രായമാകുമ്പോൾ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ഇപ്പോഴേ നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ അവബോധ മനസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാവുന്നത്. ദൈവികമായ കാര്യങ്ങൾ, മറ്റുള്ളവരോട് കരുണയുള്ള കാര്യങ്ങൾ നാം അവബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ്, എപ്പോഴും നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. ഈ വർഷം ഒരാളോട് പിണങ്ങി, അടുത്ത വർഷം 2 പേരായി, 3-ാമത്തെ വർഷം 3 പേരായി, 4-ാമത്തെ വർഷം 4 പേരായി, 10 വർഷം കഴിഞ്ഞ് 10 പേരായി. പട 10 പേരേ ഉള്ളൂ നമുക്കറിയാവുന്ന. ഈ 10 പേരോട് പിണങ്ങിയാലോ? 4-ാമത്തെ വർഷം ഒരാളോട് ക്ഷമിച്ചു, 2-ാമത്തെ വർഷം അടുത്ത ആളോട് ക്ഷമിച്ചു, അവസാനം 70 വർഷം കഴിയുമ്പോൾ 70 പേരില്ല ക്ഷമിക്കാൻ, എല്ലാവരോടും ക്ഷമിച്ച് ജീവിക്കുകയാണ്. കരുണ കാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പോരാടുമ്പോൾ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ മാത്രം നാം ശ്രദ്ധിച്ചാൽ പോരാ. മറിച്ച് എന്താണ്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ ജനത്തോട്. കരുണ കാണിക്കുക, ലവ് ദ ലോർഡ്. അത് കാണുന്നത് എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നത് കാണുന്നത് എങ്ങനെയാണ്? നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോഴാണ്. കരുണ കാണിക്കുന്നവരായിരിക്കുക. അവസാനമായിട്ട് ലുക്ക് അപ്വേർഡ്, മുകളിലോട്ട് നോക്കുക. ഈ വാക്യമാണ് കുറേ നാളായിട്ട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, വീഴാതെ അങ്ങെത്തണം, ദൈവസന്നിധിയിൽ എത്തണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എത്ര വിശ്വാസത്തിന് വേണ്ടി പോരാടിയാലും, എത്ര കരുണ കാണിച്ചാലും, കർത്താവിൻ്റെ ഒരു കരമില്ലാതെ വീഴാതെ വണ്ണം നിർത്താൻ നമുക്ക് കഴിയുകയില്ല. ആത്മാവിൻ്റെ ആർമർ ഓഫ് ഗോഡ്, മലയാളം എന്താ, സർവായുധവർഗം നാം ധരിച്ച് ഈ ലോകത്തോട് പോരാടണമെന്ന് നാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പോരാടുക, വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല. നമ്മൾ ജഡരക്തങ്ങളോടല്ല പോരാടുന്നത്, വാഴ്ചകളോടും അധികാരങ്ങളോടുമൊക്കെ, സ്വർലോക സേനയോടൊക്കെ സർവായുധ വർഗം ധരിച്ച് പോരാടുമ്പോൾ തന്നെ വീഴാതെ നാം നിർത്തണമെങ്കിൽ എന്ത് വേണം? ദൈവം നമുക്ക് വേണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 24-ാം വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. നമ്മൾ സൂക്ഷിച്ചാൽ ഒരു പരിധിയുണ്ട്, പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്നതിലപ്പുറമായി വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നത് ആരാണ്? ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. കളങ്കമില്ലാതെന്ന് പറഞ്ഞാൽ ഒരു സ്പോട്ട്ലെസ്, ഒരു കറയില്ലാതെ നമ്മളെ ദൈവസ്ഥാനത്തിൽ നിർത്താൻ ആരാണ് ആഗ്രഹം? ദൈവത്തിന് ആഗ്രഹമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മുടെ കഴിവ് അതിന് ശരിയാകത്തില്ല, നമ്മുടെ ബലം അതിന് ശരിയാകിയില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്, ദൈവമേ ഞാനിതൊക്കെ ചെയ്യുന്നു, എന്നാൽ വീഴാതെ വണ്ണം എന്നെ നിർത്തുന്നത് അങ്ങാണ് കർത്താവേ, എന്നെ സൂക്ഷിക്കുന്നത് അങ്ങാണ് കർത്താവേ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഞാനൊരു പ്രാവശ്യം ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഇന്ന് ആരും ആത്മഹത്യ ചെയ്യരുതേ, ഇന്നാരും കുടുംബ പ്രശ്നം ഉണ്ടാക്കരുതേ, ഇന്ന് ആരും അപകടങ്ങൾ ഉണ്ടാകരുതേ, റോഡിൽ അപകടങ്ങൾ ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അവർ തൻ്റെ കേൾവിക്കാരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളങ്ങ് ജീവിച്ചാൽ പോരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണം, കാരണം ഞാനൊരു പോലീസുകാരനാണ് ഇതിനെല്ലാം ഓടിച്ചെന്ന് സഹായിക്കേണ്ടത്. സഹായിക്കുമ്പം എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ഇതൊന്നും നടക്കരുതേ.
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ ഏർപ്പെടുന്ന ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള അമ്മമാരോട് ചോദിച്ചു, ഈ 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെക്കുറിച്ച് കേട്ടിട്ടേ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയത്? നിങ്ങൾ പലരും ചിരിച്ചില്ലേ? പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ, എൻ്റെ വീട്ടിലൊരു 5 വയസ്സുകാരി ഉണ്ടല്ലോ, ദൈവമേ എൻ്റെ കുഞ്ഞിന് ഇതേപോലെ വരല്ലേ? എത്ര പേര് നിങ്ങൾ പ്രാർത്ഥിച്ചു? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അപകടങ്ങൾ ഉണ്ടാകരുതേ, അനർത്ഥങ്ങൾ ഉണ്ടാകല്ലേ, ദുഷ്പ്രവർത്തികൾ ഇടപെടരുതേ, കുറ്റകൃത്യങ്ങൾ ഇടപെടരുതേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് നിർത്തുന്നത് ആരാണെന്നറിയാമോ? ദൈവമാണ്. നമ്മുടെ കഴിവ് കൊണ്ട് നിൽക്കാമെന്ന് ചിന്തിച്ചാൽ കഴിവുകളെല്ലാം തീരുന്ന ഒരവസരം വരും. ആ സമയത്ത് എവിടുന്ന് ലഭിക്കും കഴിവുകൾ? ശക്തി തീർന്നുപോയി. എന്നാൽ സർവശക്തനായ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം വീഴാതെ വണ്ണം നമ്മളെ ഒരു ദിവസം നിർത്തുമെന്നല്ല, പിന്നെ തൻ്റെ മഹിമാ സന്നിധിയിൽ നിർത്തും. മഹിമാസന്നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ 2ാമത്തെ വരവിനാണ് പറയുന്നത്. അന്ന് വരെ നമ്മളെ വീഴാതെ വണ്ണം നിർത്തും. അടുത്തുള്ളവരെല്ലാം പറഞ്ഞു കാണും, ഇപ്പം വീഴുവേ, ഇപ്പം വീഴുവേ. നമ്മളും പറഞ്ഞു കാണും, ഇപ്പം വീഴും, ഇപ്പം വീഴും. 10 പ്രാവശ്യം വീണില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കാണും. പക്ഷെങ്കിൽ ദൈവം സൂക്ഷിക്കുവാണെങ്കിൽ നമ്മളെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തും. കളങ്കമില്ലാത്തവരായി നിർത്തും. അവിടെ വേറൊരു പദം കൊണ്ടുണ്ട്, ആനന്ദത്തോടെ നിർത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഒത്തിരി നാളം കാത്തിരുന്ന നമ്മുടെ മകളല്ലേ, മകൻ, നമ്മുടെ സഹോദരിയല്ലേ, സഹോദരൻ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊരു ആനന്ദമാണില്ലേ? പോട്ടെ, ആ കുട്ടി കയ്യോ കാലോ ഒടിഞ്ഞു വന്നാലോ ആനന്ദമുണ്ട് കണ്ടതിൽ, പക്ഷേ പിന്നെന്താണ്? ഒരു വിഷമമുണ്ട്. അല്ല, ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ആ വീട്ടിലോട്ട് വരുന്നെങ്കിലോ പോലീസ് പിടിക്കാൻ വന്നല്ലോ എന്നൊരു സന്തോഷമുണ്ട്. പക്ഷെങ്കിൽ എന്താണ്? മനസ്സിലൊരു വിഷമവും പേടിയുണ്ട്, ഇനി എപ്പോഴാണ് പോലീസ് തിരക്കി വരുന്നതെന്ന്. അങ്ങനൊന്നുമില്ല ഇവിടെ. കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മളെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഉയരത്തിലോട്ട് നോക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്താൻ കഴിവുള്ള എൻ്റെ ശക്തിയുള്ള ദൈവം അങ്ങ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവം നമുക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? വിശ്വാസത്തിൽ വർദ്ധിക്കുക, ദൈവസ്നേഹത്തിൽ വളരുക, നിലനിൽക്കുക. സ്തോത്രം. കരുണ കാണിക്കുക. അതോടൊപ്പം തന്നെ 3ാമതായിട്ട് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അപ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കുക. സ്തോത്രം. നാം എല്ലാവരും കർത്താവിൻ്റെ വരവ് നോക്കി നിൽക്കുന്നവരാണല്ലോ, ഇല്ലേ? ഈ വർഷം വരുമെന്ന് ചിന്തിച്ചു, വന്നില്ല. അടുത്ത വർഷമാണോ കർത്താവിൻ്റെ വരവ്? അറിയില്ല. നമ്മുടെ കാലത്തിൻ്റെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയായിരിക്കുമോ കർത്താവിൻ്റെ വരവ്? നമുക്കറിയില്ല. എന്നായാലും നമ്മൾ ഉടലോട് സ്വർഗത്തിൽ ചെന്നാലും മരിച്ച ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാലും വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്ത സന്തോഷത്തോടെ നിർത്താൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഒരു